നമുക്ക് നോക്കാല്ലേ? വന്നിട്ടോ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം? സംഗതി ലൈവാണ് ബൈ. എന്റെ പ്രാണം പോയി. താന്ന് വിളിച്ചു നോക്കണോ, മറക്ക വിളിച്ചു നോക്കണോ. പ്രൈം ടൈമിൽ നമ്മൾ കാണുന്ന ബിഗ് ബോസിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായ ആക്ഷൻ എടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാൻ കുട്ടികളെയൊക്കെ വളരെയധികം ഇങ്ങനെയുള്ള ഒരു മീഡിയ വഴിയുള്ള ഈ പ്രോഗ്രാംസ് സ്വാധീനിക്കുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് നടപടി എടുക്കാതെ ഇത് പോകുന്നു എന്നാണ് കോടതി ആശ്ചര്യപ്പെട്ടത്. അവന്മാരെ പിടികൂടാതെ ഈ കെ ചെട്ടിയാർക്കിന് വിശ്രമം. നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോടതി ഈ വീഡിയോ, അതായത് വീഡിയോ ക്ലിപ്പ് കോടതി നേരിട്ട് കണ്ടു. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിച്ചു. കോടതി വളരെ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് വയലേഷൻ ആണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. എന്താടോ ഇന്നൊരു ദുർനടപ്പ്? കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അതോ നിന്റെ കയ്യിലിരിപ്പുണ്ടോ എന്ന് വേണമെങ്കിലും പറയാം. അതായത് ബിഗ് ബോസ് ഷോയിൽ നടക്കുന്ന തെറി ഉൾപ്പെടെയുള്ള വയലേഷൻ കണ്ടന്റ് ഉൾപ്പെടെ അതിനകത്ത് വരുന്നത് മൊത്തം ഒബ്സീൻ കണ്ടന്റ് ആണ് എന്നുള്ള അഭിപ്രായം കോടതിക്ക് തന്നെയാണ്. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം കുടുംബമായിട്ടിരുന്ന് കാണാൻ പറ്റില്ല എന്ന് തന്നെ കോടതിക്ക് തന്നെ മനസ്സിലായ ഒരു പ്രതികരണമായിരുന്നു കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നത്. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതെ? അതുകൊണ്ട് ഇന്ന് സ്ട്രിക്റ്റ് ഓർഡറാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സമാധാനമായ അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ഞാനുണ്ട് കൂടെ. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേയാണ്. എന്താ കണ്ടക ശനിയാണെന്ന്? സത്യം പറഞ്ഞ ഹരിയണ്ണന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. മര്യാദക്ക് ഇതേപോലെ വണ്ടിക്കകത്ത് കയറി വെച്ച് വല്ല റിവ്യൂ അടിച്ചിരുന്നേച്ചാ പോയിരുന്ന. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. അവിടെ പോയിച്ചും ജാസ്മിൻ ഏജന്റായി മാറിക്കണം. നാണമില്ല മനുഷ്യനാലേ കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ പുലിയായിട്ട് പോയതാണ് ഇപ്പൊ എലിയായിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നാണമില്ലാത്ത പുറത്തു പോകുന്ന കാര്യം മൊത്തം അകത്ത് പോയി ആ പെൺകൊച്ചിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരാവശ്യമില്ലായിരുന്നില്ല. പോരാ, ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റേ. അരിയണ്ണന്റെ വില പറഞ്ഞു. സീക്രട്ട് ഏജന്റ് അല്ല, ജാസ്മിൻ ഏജന്റ് ആണെന്ന് വേണം പറയാം. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താ ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം. അങ്ങോട്ട് വന്നേ പറയാളിയാ. കണ്ടോ, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാലി പിടിച്ചിട്ടില്ല. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായ ഇത് കണ്ടക ശനി കൊണ്ടേ പോവും. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. കളിയാക്കണ്ട. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല. ഓട്ടടാ, സാരമില്ല. എടി മൈഥിലി, രണ്ടിനോട് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കളിക്കാനും ചിരിക്കാനും കയ്യും കാലും കാണിക്കാനല്ലേ നമ്മളോട് വന്നിരിക്കുന്നത്. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം. നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചുന്ന നിന്നെ വാചകം അടിക്കാതെ എവിടുന്ന് ഇറങ്ങിപ്പോണം. അങ്ങനെയാണല്ലേ? എന്നാൽ ഒന്നറിഞ്ഞോ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ എനിക്ക് ചെയ്യാൻ വേറെ പണി അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ആ ടിവിയുടെ ഓളി ഒന്ന് കൂട്ടിയരാ. രതീഷ്, ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ അവിടെ തുറങ്ങാമോ? രതീഷ്, അയാൾ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ നടന്നോട്ടെ. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അതെ, എണ്ണയിൽ കുളിപ്പിച്ചെടുത്താൽ ഫയർ പോലെ ഇരിക്കും. ആരംഭത്തിലെ അപമാനം. ഇത് പഴങ്കഞ്ഞിയാലോ. ഇന്ന് മൂപ്പര് സത്യത്തില് പഴംപൊരി ആയിപ്പോയി. ഈ കസേര ഞാൻ വിട്ടുതരില്ല. ഇവിടെ ഒരു മതി. അത് ഞാനാണ്. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഞാൻ ഇന്നലത്തെ പ്രൊമോ ഒക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇറങ്ങി പോന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. എനിക്ക് ചായ കിട്ടിയല്ലേ? എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും?
അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. തിരിച്ചു വന്നിട്ട് പറഞ്ഞത് കേട്ടോ, ബിഗ് ബോസ് എന്താ വാതിൽ ഓർക്കാഞ്ഞെന്ന്. ഞാൻ ഇവിടുത്തെ രാജാവാണ്, കണ്ടന്റ് കിങ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞു. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഏത് രീതിയിലുള്ള വേട്ടവാളിയാണോ ബിഗ് ബോസ് ഈ സീസൺ തന്നെ ജീവിച്ചു പോണത് അയാളുള്ളതുകൊണ്ടാണ്. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? പക്ഷെ സുരേഷ് മേനോനുണ്ട്, മൂപ്പര് ഇന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഉള്ളിലുള്ളവരും പുറത്തുള്ളവരും പ്രതീക്ഷിച്ചില്ല. നല്ല ഏവണ്ണ. നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലടാ മോനെ. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ല. എനിക്ക് ചായിട്ടില്ലേ, എനിക്ക് നേരം വെളുത്തിട്ട് പച്ച വെള്ളം കിട്ടിയിട്ടില്ല. എങ്ങനെ തരും? അത്രയ്ക്ക് ഗംഭീരമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. അപ്പൊ നമുക്ക് നോക്കാല്ലേ. ഭഗവാനെ, ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. നിന്നോടൊരു കാര്യം പറയാനല്ലോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കാറിന്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. അസൂയ, നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വൈൽഡ് കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു. ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ഞാനുണ്ട് കൂടെ. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. കളിയാക്കല്ലേ, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നീ പകപോക്കാണല്ലേടാ. ഒരറ്റംപ്റ്റ് ചീറ്റിന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഭാര്യണ്ണ, വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ. അനുഭവിക്കുക. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.